ശബരിമലയിൽ ഭക്തജന തിരക്കിന് നേരിയ വർധനവ്. ഇന്നലെ 82,045 തീർത്ഥാടകരാണ് ദർശനത്തിനെത്തിയത്. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കും എന്നാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും വിലയിരുത്തൽ. അഖിൽ പാലോട്ടുമഠം ചേരുകയാണ് സന്നിധാനത്ത് നിന്ന്. അഖിൽ, നമസ്തേ, സുപ്രഭാതം, സ്വാമി ശരണം. എങ്ങനെയുണ്ട് ദർശനം? പ്രശ്നങ്ങളില്ലാതെ സുഗമമായി തീർത്ഥാടനം മുന്നോട്ട് പോകുന്നുണ്ടോ? തിരക്കിൽ നേരിയ വർധനയും ഉണ്ട് അല്ലേ? മണ്ഡലകാലം സ്വാമി ശരണം പ്രദീപിള്ള, മണ്ഡലകാലം അവസാനിച്ച് ധനുവിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇത്തവണത്തെ വൃശ്ചികപ്പുലരി അത് അതിഗംഭീരമായി തന്നെ അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ ഓരോ ഭക്തജനത്തിനും ഓരോ അയ്യപ്പ ഭക്തനും ഭഗവാന്റെ മുമ്പിലെത്തി ഭഗവാനെ തൊഴുതു കടന്നു പോകുന്ന ദിനരാത്രങ്ങളായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ദർശനത്തിനെത്തിയവരുടെ ആകെ കണക്ക് 82,045 പേരാണ് ശബരിമല ദർശനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ 15,409 പേർ സ്പോട്ട് ബുക്കിംഗ് ആണ്. 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് എന്ന് പറഞ്ഞിടത്താണ് 15,000-ലേക്ക് കണക്കുകൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ച നേരിയ ഭക്തജനങ്ങളുടെ കണക്കിൽ വർധനവ് തന്നെയാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് കുറച്ചുകൂടി ഭക്തജന തിരക്ക് രാവിലെ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ ഏകദേശം 5 മണി, അതായത് 3 മണിക്ക് നട തുറന്ന് അയ്യപ്പ ഭക്തർക്ക് ദർശനം നൽകി. 5 മണി 6 മണി വരെ ഏകദേശം 22,000-ൽ പരം അയ്യപ്പ ഭക്തർ ദർശനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന കണക്കുകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനത്തേക്ക് വലിയ ഒരു അയ്യപ്പ ഭക്തരുടെ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഇനി ഒരാഴ്ച കൂടി കഴിയുന്ന സമയത്ത് മണ്ഡലകാലത്തേക്ക് പോകും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ശബരിമലയിലെ ശ്രീകോവിലിന് മുമ്പിലെ കൊടിമര ചുവട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണുന്നത് പോലെ തന്നെ നിരവധിയായ അയ്യപ്പ ഭക്തർ ഈ ശബരിമല ദർശനത്തിനേക്കായി എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാളികപ്പുറങ്ങളും കുഞ്ഞ് മാളികപ്പുറങ്ങളും അമ്മമാരും എല്ലാമായി വലിയൊരു ഭക്തജനങ്ങൾ അയ്യപ്പസ്വാമിയുടെ നടയിലേക്ക് രാവിലെ തന്നെ എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 18-ാം പടിയിൽ നിന്നും ഓരോ അയ്യപ്പ ഭക്തരെയും പോലീസ് അയ്യപ്പന്മാർ അതിവേഗം തന്നെ കടത്തി വിടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് അവർ ഫ്ലൈ ഓവറിലേക്കാണ് അവരെ കടത്തി വിടുന്നത്. ആ ഫ്ലൈ ഓവർ വഴി അവർ അമ്പലത്തിന് ഒരു വളയമായി വീണ്ടും ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ സ്ഥിരമായി പറയുന്നത് പോലെ തന്നെ ഫ്ലൈ ഓവറിന്റെ അവിടേക്കുള്ള വലിയ തിരക്കില്ലാതെയാണ് അയ്യപ്പ ഭക്തർ ആ ഫ്ലൈ ഓവറിലേക്ക് നടന്നു പോകുന്നത്. ആകെ ഒരു കൂട്ടമായി അയ്യപ്പ ഭക്തർ വന്നു നിൽക്കുന്നത് ശ്രീകോവിലിനരികിലുള്ള ഫ്ലൈ ഓവറിലാണ്. അയ്യപ്പ ഭക്തർ ഒരു കൂട്ടമായി വന്നു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സുഗമമായ രീതിയിലാണ് ഇത്തവണത്തെ തീർത്ഥാടന കാലയളവ് കഴിഞ്ഞു പോകുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഒരു മണ്ഡലകാലത്തിന്റെ പര്യവസാനത്തിലേക്ക് കടക്കുമ്പോൾ ശബരിമല തീർത്ഥാടനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4 ഇരട്ടിയോളം അയ്യപ്പ ഭക്തരുടെ വർധനവ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4 ഇരട്ടിയോളം അയ്യപ്പ ഭക്തരാണ് ഇതിനകം എത്തിക്കൊണ്ടിരിക്കുന്നത്.